ഇന്ന് കപ്പയും ബീഫും കൊണ്ടുള്ളൊരു വെറൈറ്റി ഐറ്റമാണ്. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണേ. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ കപ്പ പറിക്കാൻ ഇറങ്ങി. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം കപ്പ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്ന് മാത്രം എടുത്തിട്ട് ബാക്കി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കിംഗ് പരിപാടി തുടങ്ങിയാലോ. ആദ്യം കപ്പ നല്ല ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നന്നായി കഴുകി നമുക്കൊരു പാത്രത്തിൽ വേവിക്കാൻ വെക്കാമേ. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് ഞാൻ നമ്മുടെ കാന്താരി ചെടിയിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള അത്യാവശ്യം എരിവുള്ള ഒരു പിടി കാന്താരി പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കല്ലെടുത്ത് അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ഇപ്പം നമ്മൾ പറിച്ചുകൊണ്ട് വന്ന കാന്താരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണേ. അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് തന്നെ കാന്താരി ഒന്ന് പൊട്ടി വന്നാൽ മതി. ഇനി ആ കല്ലിലോട്ട് കുറച്ച് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണേ. അധികവും കരഞ്ഞു പോണ്ട, ഈ പരുവത്തിൽ കിട്ടിയാൽ മതി കേട്ടോ. അരപ്പൊക്കെ റെഡി ആയിപ്പോഴേക്കും നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടേ. ഇനി നമ്മൾ തയ്യാറാക്കിയ അരപ്പ് ആ കപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല വെണ്ണ പോലെ ഉടച്ചെടുക്കണേ. ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ ഈ കപ്പയുടെ കൂടെ നല്ല അടിപൊളി മസാലയൊക്കെ ഇട്ട് നല്ല ബീഫ് കറി ഉണ്ട് കേട്ടോ. ഇനി നല്ല വാട്ടിയെടുത്ത വാഴയിലെടുത്ത് അതിലേക്ക് 2 തവി കപ്പ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ നടുവിൽ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി അതിലേക്ക് നമ്മുടെ ബീഫ് കറി ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ചാറൊക്കെ ഒഴിച്ചു കൊടുക്കണേ. അങ്ങനെ എല്ലാ ഇലയിലും കപ്പയും ബീഫും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഈ കപ്പയും ബീഫിനെയും ഈ വാഴയിലയിൽ നല്ല ഭദ്രമായിട്ട് പൊതിഞ്ഞെടുക്കണം. ആവിയിൽ വേവിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ കറി എങ്ങാനും പുറത്ത് പോവോ വെള്ളം അകത്തേക്ക് വീഴോ ചെയ്യാതെ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ കെട്ടണേ. പൊതിഞ്ഞതെങ്ങാനും അഴിഞ്ഞു പോയാലോ എന്ന് പേടിച്ച് ഒരു വാഴനാരെടുത്ത് നന്നായി 2 സൈഡും കെട്ടി വെക്കുന്നുണ്ടേ. അങ്ങനെ ഓരോ ഇലയിൽ കപ്പയും ബീഫും നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞ് കെട്ടി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിനെ ഒരു ഇഡ്ഡലിത്തട്ടെടുത്ത് വെള്ളം വെച്ച് ആവി വരുമ്പം അതിലേക്ക് വെച്ച് അടച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ആവിയിൽ വെക്കുമ്പം കപ്പയും ബീഫും ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ടേസ്റ്റും വാഴയിലയുടെ നല്ല മണവും ഒക്കെ ചേർന്ന് നല്ല കിടിലനൊരു ടേസ്റ്റ് ആവും കേട്ടോ അത്. അങ്ങനെ ഒരു 10 മിനിറ്റ് ആവിയിലിരുന്ന് നമ്മുടെ കപ്പയും ബീഫും കിഴി റെഡി ആയിട്ടുണ്ടേ. ഇനി ഞാനിത് തുറന്ന് നോക്കാൻ പോവാണേ. ഇതിൻ്റെ മണം കേട്ടിട്ട് പതിയെ ഇത് അഴിച്ചെടുക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല കേട്ടോ. എന്നാലും ഇത് വീഡിയോയിൽ കാണിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ പതിയെ അഴിച്ചെടുക്കുകയാണേ. എൻ്റെ തിരക്ക് കാരണമാണോ എന്ന് അറിയില്ല, അതങ്ങോട്ട് അഴിഞ്ഞു വരുന്നില്ലായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം ഒരു സൈഡ് അഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് തുറക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ഫൈനലി ഞാനത് തുറക്കാൻ പോവാണേ. നല്ല ആവി വറക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ടേസ്റ്റ് അറിയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. അങ്ങനെ അവസാനം അത് തുറന്നപ്പോൾ കപ്പയും ബീഫും ഒക്കെ കൂടെ ആവിയിലിരുന്ന് നന്നായി മിക്സായി അടിപൊളിയായിട്ടുണ്ടായിരുന്നേ. ഇനി അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു നോക്കിയാലോ. കുറച്ച് കപ്പയും ഒരു ബീഫിൻ്റെ പീസും കൂടി എടുത്ത് അങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ലാത്തവർ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.